അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഇന്തും പിടിയാണ്. അത് മലബാർ ഏരിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഫുഡാണ്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. നല്ലൊരു ഹെൽത്തി ഫുഡാണ്. ഇത് ഇങ്ങനെ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഒരു പിടിയാക്കിയിട്ട് മൊത്തം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഈ ഗൾഫിൽ നിന്ന് വന്നവർക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. എപ്പോഴൊന്നും ഇതുണ്ടാക്കൂലല്ലോ. അപ്പോൾ ഇന്ന് മക്കൾക്കൊക്കെ ലീവായിരുന്നു. അപ്പം ഈ ഒരു ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ പിടിയാക്കി വെച്ചിട്ടുള്ള ഈന്തിട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് കുക്കായി വരണം. കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കുക. മൊത്തം ഇതുപോലെ എടുത്ത് മാറ്റുക. ഫിഷൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും, ചിക്കനൊക്കെ ഇടാം. നമുക്ക് എന്താണോ ഇഷ്ടം അതിട്ട് വെക്കാം. ഞാൻ ഇവിടെ ബീഫ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉലുവയും വലിയ ജീരകമൊക്കെ ഇട്ട് കൊടുത്തു. അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചെറിയുള്ളി, വെല്ലുള്ളി, പച്ചമുളക്, കറിവേപ്പ്. നമ്മൾ ബീഫ് കറി ഉണ്ടാക്കൂലേ, അത് തന്നെ സെയിം. അതിലേക്ക് കുറച്ച് പച്ചക്കായ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണല്ലോ. ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിലേക്ക് ബീഫും ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നതും ഇതിലേക്ക് കുക്ക് ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വീഡിയോക്ക് ഒരു ക്ലാരിറ്റി കുറവുണ്ടാവും. അപ്പോൾ ബീഫ് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. വെള്ളം കുറച്ചിട്ട് ഒരു നല്ലൊരു ഗ്രേവി പോലെ ആക്കിയെടുത്താൽ മതി. രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. മൊത്തം ബീഫും ഇതിലിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എല്ലാവർക്കും എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ മല്ലിപ്പൊടി അതൊരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. നല്ല ഹെൽത്തി, നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഫുഡാണ്. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഒഴിവുള്ള സമയത്തൊക്കെ. പിന്നെ അതിലേക്ക് ബീഫ് മസാല ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. വഴറ്റുന്നതൊക്കെ വീഡിയോയിൽ അത്ര ക്ലാരിറ്റി ഇല്ല, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി കുക്കാവാൻ വേണ്ടിയിട്ട് ഇത് കുക്കറിൻ്റെ മൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ, ഞാനൊരു അരമുറി തേങ്ങ ആണ് എടുത്തത്. അതിലേക്ക് പെരുംജീരകം, ചെറിയ ഉള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം.
ഈ വെന്ത ബീഫ് ഈ പാത്രത്തിലോട്ട് തട്ടി കൊടുത്തു. ബീഫ് വെന്ത വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഊറ്റി വെച്ച ഈന്ത് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അരിച്ച് വെച്ച തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് കറിവേപ്പും മല്ലിച്ചപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മളെ ഈന്തുംപിടി. ഇത്രേ പണിയുള്ളൂ. നല്ലൊരു ടേസ്റ്റി ഫുഡാണ്, ഹെൽത്തി ഫുഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാം. ഗൾഫുകാരൻ്റെ പൂതിയാണ് ഗൈസ് ഈന്തുംപിടി.